എവിടെ തോന്നണം? ശരിക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ ഞാനാക്കിയത് എൻ്റെ സ്വന്തം ജന്മനാടാണ്. അനന്തമായ സൗന്ദര്യത്തിൻ്റെ നാട്. ഇതിഹാസങ്ങളിലും മുത്തശ്ശി കഥകളിലും കേട്ടിട്ടുള്ളതെല്ലാം ഇറ്റർമിയയിൽ അതെല്ലാം സത്യമാണ്. ഗ്രിഫൻസ്, ഡ്രാഗനുകൾ, സംസാരിക്കുന്ന മുനികൾ, മോഹിപ്പിക്കുന്ന വനങ്ങൾ, കത്തുന്ന മരുഭൂമികൾ, ആകാശത്തിലെ ദീപങ്ങളെല്ലാം ഞാൻ വെറുതെ പറയുന്നു. പിന്നെ ഉള്ളത് കാസൽ ഗ്രേസ്കൽ. എൻ്റെ അച്ഛൻ ഒരിക്കൽ പറഞ്ഞിട്ടും ഇറ്റേർണിയ പ്രപഞ്ചത്തിൻ്റെ മിടിക്കുന്ന ഹൃദയമാണ്. ആ ഹൃദയത്തിൻ്റെ ഹൃദയമാണ് ഗ്രേസ്കൽ. അതിലൂടെ എനിക്ക് തോന്നുന്നു ആ ഹൃദയത്തിൻ്റെ ഹൃദയമാണ് ഗ്രേസ്കലിൻ്റെ ശക്തി. അതിനൊരു മനുഷ്യനെ ദൈവത്തോളം ശക്തനാക്കാൻ കഴിയുമെന്നാണ് പൂർവികർ പറയാൻ. അതിന് സുരക്ഷിതമായി പുരാതനമായ ഒരു ഉടവാളിനാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ശക്തിയുടെ ഉടവാൾ എന്ന് വിളിച്ചവരത്. അതെ, എനിക്കറിയാം. പക്ഷെ അതാണ് അതിനെ അവർ വിളിച്ചത്. ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റേർണിയയ്ക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ ഒരു നായകൻ മുന്നോട്ട് വരുമെന്നോ ആ വാളെടുക്കുമെന്നോ പിന്നെ അറിയാലോ. അത്ഭുതകരമായി അത് ഉപയോഗിക്കുമെന്ന്. അതുവരെ അത് കാസിനുള്ളിൽ കൂട്ടിവെക്കുമെന്നും അതിബുദ്ധിമതിയും പ്രാചീനയും കുറച്ച് പേടിപ്പെടുത്തുന്നതുമായ മന്ത്രവാദികളുടെ നിരീക്ഷണത്തിൽ. ശരിയാ, അവർ നല്ലവരാണോ? അവര് നല്ലവരാണ്. സത്യത്തിൽ എന്തൊക്കെ പറഞ്ഞാലും അവർ സൂപ്പറാണ്. 100 കണക്കിന് വർഷങ്ങളായി ഗ്രേസ്കൽ എൻ്റെ പൂർവികരുടെ സംരക്ഷണത്തിലാണ്. നോക്കൂ, ഞാൻ വരുന്നത് ശക്തരായ വീരന്മാർ, ശ്രേഷ്ഠമായ ഒരു പരമ്പരയിൽ നിന്നാണ്. കുലീനർ, ശക്തർ, ധൈര്യശാലികൾ. അപ്പോ രാജകുമാരൻ ആയുധ പരിശീലനത്തിന് പകരം എന്ത് ചെയ്യണം? ആയുധ പരിശീലനത്തിന് ഇപ്പോൾ ശ്രദ്ധിക്കുന്നുള്ളവരെ, ഇറ്റേർണിയയിലെ ഭാവിയിലെ മികച്ച യോദ്ധാക്കൾ. യുദ്ധത്തിൽ തോറ്റവന്മാരുടെ പേരിൽ ശിലയും വെക്കാറില്ല. തെരുവുകൾക്ക് വീരുകളുടെ പേരും ഉണ്ടാകും. ഒന്ന് ശ്രമിച്ചുവെന്ന് വെച്ച് ആരും ആഘോഷിക്കും. ഈ മണ്ണും ആ കൊട്ടാര